അപ്പോൾ ഇന്ന് എൻ്റെ ആദ്യകുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പം അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആയത്. ഞങ്ങളിപ്പോൾ ഒരു കേക്ക് വാങ്ങുന്നുണ്ട്. അത് കൂടാതെ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അത് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്ത് ഗ്രാമ്പൂവും കറുവാപ്പട്ടയും ചേർത്തൊന്ന് പൊടിച്ച് വെക്കണം. ബാക്കി പകുതി ഇതുപോലെ ഒന്ന് ക്യാരമൽ ചെയ്തിട്ട് ക്യാരമലായി കഴിയുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ലൂസാക്കി തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സ് ഒക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി മാറ്റി വെക്കണം. പിന്നെ അതേ ഗ്ലാസ്സിനകത്തോട്ട് 1 ഗ്ലാസ് മൈദപ്പൊടി, 1 നുള്ളുപ്പ്, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയോ അല്ലെങ്കിൽ അരിച്ച് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ല. ഇനി പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരക്കകത്തോട്ട് 2 കോഴിമുട്ട ചേർത്തിട്ട് ഒരു തുള്ളി അല്ല 1/2 സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചു വെക്കാവേ. ഹൈ സ്പീഡിൽ തന്നെ ഇട്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡിന് ചായ എടുത്ത് കൊടുക്കുവാണ്. എല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും അതൊന്നുകൂടെ അടിച്ചേ, കാരണം മുട്ടയുടെ പതയൊന്നും പോവല്ല. അതുകൊണ്ട് ഒന്നുകൂടെ അടിച്ചിട്ട് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു വെച്ച് ഇനി അതെല്ലാം കൂടെ നമ്മുടെ ഈ തണുത്ത് വന്ന് ഈ കാരമൽ ചെയ്ത മിക്സിനകത്തോട് ചേർക്കണം. തണുത്തതിന് ശേഷം മാത്രം ഒഴിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഭയങ്കര ബലത്തിൽ തിളക്കല് ഒന്ന് ചെറുതായിട്ട് ഇളക്കി വെച്ചിട്ട് ആ നേരത്ത് ഞാൻ ഇതിൻ്റെ നമ്മുടെ ഓവൻ സെറ്റപ്പ്, നമുക്ക് ഓവൻ ഇല്ല, ഇതുപോലെ പാത്രത്തിനകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നിൽ ഇതുപോലെ ഒന്ന് സെറ്റാക്കി അടുപ്പ വെക്കണം. ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു തിരികെയോ എന്തെങ്കിലും ഒന്ന് വെച്ച് അടച്ച് വെച്ചിട്ട് പിന്നെ ആ നേരം കൊണ്ട് വേണ്ട പൊടിയെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഒത്തിരി ബലത്തിലിട്ട് ഇളക്കരുത്. എന്നിട്ട് പിന്നെ ഇതേ നമ്മൾ ഈ ഉണ്ടാക്കി ഒഴിക്കുന്ന ട്രേക്കകത്ത് കുറച്ച് എണ്ണ തേച്ചിട്ട് മൈദ വെച്ചൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു കമ്പ് എന്തെങ്കിലും വെച്ച് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് അതിനകത്തോടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കണേ. എയർ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് നട്ട്സ് ഒക്കെ വെച്ച് അലങ്കരിച്ചതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് ചൂടായിരിക്കും നമ്മുടെ ഓവൻ സെറ്റപ്പിനകത്തോട്ട് ഇറക്കി വെച്ച് ഈ ഒരു അടപ്പ് വെച്ച് അടച്ചു. എനിക്ക് പറ്റിയതാ കേട്ടോ. മര്യാദയ്ക്ക് ഞാൻ ഈ ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് വെച്ച് ഞാൻ ഈ ഒരു അടപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതവിടെ വെച്ചിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഇപ്പം കേക്ക് ആകുമല്ലോ എന്നുള്ള പ്രതീക്ഷ പോയി. ബാക്കി കിച്ചണെല്ലാം ഇനി വൃത്തിയാക്കണമല്ലോ. എല്ലാം കഴുകി വൃത്തിയാക്കി കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴേ മടുത്തു പോയി ഇവിടെ. ചായയൊക്കെ ഞാനും ഒന്നുകൂടി ഇട്ട് കുടിച്ച് പിന്നെ അപ്പോഴത്തേക്കും ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ആദ്യമായിട്ട് നാളെ സ്കൂളിൽ കൊണ്ടുള്ള ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി അവൻ്റെ ബാഗിൽ വെച്ച് പിന്നെ നേരെ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കേക്കിൻ്റെ അവസ്ഥ ഇതാ കേട്ടോ. പാത്രം ഇച്ചിരി ഹൈറ്റ് കുറവായിരുന്നു, അകത്ത് വെച്ച പാത്രത്തിന് കൂടുതലുമായിരുന്നു ഹൈറ്റ്. അപ്പോൾ അടപ്പേ മുട്ടിപ്പോയി. മറ്റേ ആദ്യം വെച്ച അടപ്പായിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നല്ല സങ്കടത്തിലാണ് കേട്ടോ. ഇതൊന്ന് കുത്തിയൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായി. പിന്നെ ഇവർ രണ്ടുപേരും പറഞ്ഞു കുഴപ്പമില്ല, കേക്കിന് ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ, ഷേപ്പിലൊക്കെ എന്ത് കാര്യം. അത്രയും കേട്ടപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഹാപ്പി ആയി കേട്ടോ.